بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം റബ്ബിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളും തന്റെ അടിമകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും അല്ലാഹു നൽകുന്ന ആദരണീയ മാസം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. അശ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി തങ്ങളുടെ അൽ ഗുനിയത്തു ലി ത്വാലിബി തുരീഖുൽ ഹഖ് എന്ന് പറയുന്ന കിതാബിൽ മഹാനവറുകൾ ദുൽഹിജ്ജയുടെ ഫളാഇൽ പറയുന്നിടത്ത് ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സയ്യിദു ശുഹൂരി ശുഹ്റു റമളാൻ, മാസങ്ങളുടെ നേതാവ് പരിശുദ്ധ റമളാൻ മാസമാണ്. എന്നാൽ ദുൽഹിജ്ജ, ആദരണീയമായ പൈതൃകം കൊണ്ടും പവിത്രത കൊണ്ടും ഏറെ ബഹുമാനിക്കേണ്ട ഒരു മാസം ഏത് എന്ന് ചോദിച്ചാൽ അത് ദുൽഹിജ്ജയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാസത്തെ ആദരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു നൽകുകയാണ്. ദുൽഹിജ്ജ മാസത്തെ ആദരിക്കുന്നിടത്ത് അല്ലാഹു ഒരുപാട് നേട്ടങ്ങൾ നൽകാണ്. ഒരു മനുഷ്യന് നന്നാവാൻ നല്ലൊരു അവസരമായി ദുൽഹിജ്ജ മാസം. അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരുപാട് കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. മഹദി അവറുകൾ പറയുന്നു, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തില് ഒരുപാട് ആസ്വാദനത്തിന്റെ മാർഗങ്ങളുമായി, കളി വിനോദങ്ങളുമായി അശ്രദ്ധയിൽ കഴിഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നത്രേ. അയാള് ഒരുപാട് പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ സംഗീതത്തിൽ ലയിക്കാനും കളിയും വിനോദവും ആസ്വാദനവുമായി ദുനിയവിയായ ഫിക്റിലൂടെ കഴിയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദുൽഹിജ്ജ മാസത്തിന്റെ നിലാവ് കണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അസ്ബഹ സ്വാഇമൻ, ആ ദുൽഹിജ്ജയുടെ നിലാവ് കണ്ട വിവരം കേട്ട ഈ മനുഷ്യൻ പിന്നെ ആ കളി വിനോദങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ നിർത്തിവെച്ചിട്ട് സുബഹി മുതൽക്ക് അദ്ദേഹം നോമ്പുകാരനായി കഴിഞ്ഞു. ദുൽഹിജ്ജ മാസത്തിൽ നോമ്പുകാരനായി, ദുൽഹിജ്ജ 1 മുതൽക്ക്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഈ സംസാരം, ഇദ്ദേഹം അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒരു സാധാരണ ശരാശരി ജീവിതം, ഒരു ഇസ്ലാമിക ജീവിതമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം കൂടുതൽ ആസ്വാദനങ്ങളിലും വിനോദങ്ങളിലും കളികളിലും തമാശകളിലും ചിരിയിലുമൊക്കെ ആയി കഴിയുന്ന ഒരു അശ്രദ്ധമായ അവസ്ഥ, ആഖിറത്തെ കുറിച്ചുള്ള അശ്രദ്ധമായ അവസ്ഥയിൽ കഴിയുന്ന ഈ മഹാനായ സ്വഹാബി, അദ്ദേഹം ദുൽഹിജ്ജ മാസത്തിന്റെ നിലാവ് കണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ സുബഹി മുതൽ നോമ്പുകാരനായി, ഇബാദത്തുകാരനായി. അദ്ദേഹം ഇങ്ങനെ ഈ ദുൽഹിജ്ജ മാസത്തെ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കുന്ന, ആഘോഷിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു പ്രകൃതം അദ്ദേഹത്തിൽ കാണപ്പെട്ടപ്പോൾ സ്വഹാബികൾ ശ്രദ്ധിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള കൃത്യമായ വിവരം എത്തിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ആ സ്വഹാബി, ആ മനുഷ്യൻ എന്റെ മുന്നിൽ ഒന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. ഇവിടെ ഒന്ന് എത്തിക്കാവോ അദ്ദേഹത്തെ? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാരായ സ്വഹാബത്ത് ഫഅഹ്ലറു അർറജുല, ആ സ്വഹാബിയെ, അദ്ദേഹത്തെ ദുൽഹിജ്ജ മാസം വന്നു കഴിഞ്ഞാൽ ആദരവോടെയും ദുൽഹിജ്ജ മാസം വന്നു കഴിഞ്ഞാൽ ബഹുമാനത്തോടെയും ജീവിച്ചു പോകുന്ന ആ മാന്യദേഹത്തെ സ്വഹാബികൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ എത്തിച്ചു. റസൂലുള്ളാഹിക്ക് കൗതുകം തോന്നി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ദുൽഹിജ്ജ മാസത്തെ ഒരു വെറൈറ്റി ആയി ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരാള്, അതുവരെയുള്ള അശ്രദ്ധയൊക്കെ മാറ്റിവെച്ച് ദുൽഹിജ്ജ വരുമ്പോ എന്തോ ഒരു പേടി, ഒരു ഭയം, ഒരു ആദരവ്, ഒരു ബഹുമാനം. അദ്ദേഹത്തിന്റെ ഈ രീതി കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൗതുകത്തോടു കൂടെ ചോദിച്ചു, മാ ഹംലുക അലാ സുയാമി ഹാദിഹിൽ അയ്യാം, സഹോദര, ഈ ദുൽഹിജ്ജ മാസം വരുമ്പോൾ ഇത്ര കണ്ട ആദരവോടെയും ഇത്ര കണ്ട് ബഹുമാനത്തോടുകൂടെ ഇതിന്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കാനും മറ്റുമൊക്കെയായി താങ്കൾ ഇങ്ങനെ തയ്യാറാകുന്നത് കണ്ടിട്ട് താങ്കളോട് ചോദിക്കുകയാണ്, എന്താണ് ഇതിന്റെ പ്രേരണ? ഇങ്ങനെ ചെയ്യാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന, താങ്കൾക്ക് പ്രചോദനമായി വരുന്ന കാര്യം എന്തെന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, യാ റസൂലല്ലാഹ്, ഇന്നഹ അയ്യാമും മശാഇറ വ അയ്യാമുൽ ഹജ്ജ്,
ഹജ്ജിന്റെയും അതുപോലെ തന്നെ ഉദുഹിയ്യത്തിന്റെയും അതുപോലെ തന്നെ ധാരാളം സൽക്കർമ്മങ്ങളുടെയും പരിശുദ്ധ ഹറമിന്റെ പരിസരങ്ങളിൽ മഹാന്മാരായ ഹാജിമാരുടെ പ്രാർത്ഥന കൊണ്ട് മുഖരിതമാകുന്ന ഒരു സന്ദർഭങ്ങളുടെയും ദിനരാത്രങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഹ്ബബ്തു, എന്റെ ഒരു താല്പര്യം, എന്റെ ഒരു ആഗ്രഹം, ഞാൻ പ്രതീക്ഷിക്കാണ് അൻ യുശ്രികനി അല്ലാഹു ഫീ ദുആഇഹിം, ഹറമിൽ ദുആ ചെയ്യുന്ന ഹാജിയുടെ ദുആയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിലൊരു അംഗമാവാൻ എന്നെ എന്റെ റബ്ബ് സഹായിക്കും. ഞാൻ നന്നായിട്ട് ഈ ദുൽഹിജ്ജ മാസത്തെ പരിഗണിച്ച് നല്ലോണം അമലൊക്കെ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ എന്റെ റബ്ബ് എന്നെ പരിഗണിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് നബിയെ. അതിന്റെ പേരിലാണ് ഞാൻ ഈ ദുൽഹിജ്ജ വരുമ്പോ ഇതുപോലെ ഇബാദത്ത് കൊണ്ടും സൂക്ഷ്മത കൊണ്ടും റബ്ബിനെ പേടിച്ചുകൊണ്ടും ഞാൻ അമലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കഴിയുന്നത് എന്ന് ഈ മഹാനായ സ്വഹാബി അദ്ദേഹത്തിന്റെ നിലപാട് അറിയിക്കുമ്പോൾ സുദീർഘമായി താഴേക്ക് കാണാം ഹദീസ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദുൽഹിജ്ജ മാസത്തെ അമല് കൊണ്ട് ആഘോഷിക്കുന്ന ഈ രീതിയെ അള്ളാഹുവിന്റെ ഹബീബ് വളരെയധികം ബഹുമാനത്തോടുകൂടെ അദ്ദേഹത്തിൽ അത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ദുൽഹിജ്ജ 1 നോമ്പെടുക്കുമെന്ന് പറഞ്ഞല്ലോ. 1 മുതൽക്ക് 9 കൂടിയ ദിവസങ്ങൾ അദ്ദേഹം നോമ്പെടുക്കുക. ഓരോ ദിവസത്തെയും നോമ്പിന്റെ പ്രത്യേകതകളും പ്രതിഫലങ്ങളും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് കുശലം പറഞ്ഞു, അദ്ദേഹത്തോട് സ്നേഹം പ്രകടിപ്പിച്ചു. ഏതാളോട് ദുൽഹിജ്ജ മാസത്തെ ആദരണീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു മഹാനായ സ്വഹാബിയെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ പരിഗണിച്ചു എന്ന് മഹാന്മാരായ സുഫിയാക്കൾ രേഖപ്പെടുത്തുന്നു. ചിന്തിച്ചു നോക്കണേ, ഈ മാസത്തെ ആദരിക്കണ്ടേ? ഈ മാസത്തിൽ നമ്മളൊന്ന് കരുതണ്ടേ? ഒരു ഒഴുക്കം മട്ടിന് ഏതെങ്കിലും ഒരു കാലയളവിനെ കഴിച്ചു കൂട്ടുന്ന പോലെയോ ഏതെങ്കിലും ഒരു പീരീഡിനെ നമ്മൾ ജീവിച്ചു തീർക്കുന്ന പോലെയോ അല്ല ഈ ദുൽഹിജ്ജ മാസത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇത് വലിയ ഒരു കാര്യമാണ്, ഇത് വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ അമല് ചെയ്യപ്പെടാൻ, തന്റെ അടിമയിൽ അമലുകൾ ഉണ്ടാവാൻ റബ്ബ് കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബിന്റെ ജീവിതത്തിൽ ഈ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ആ വലിയ ആത്മീയമായ ആവേശം, ആത്മീയമായ ഒരു പരിഗണന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടും തന്നെ കുറവ് വരുത്തിയിട്ടില്ല. ഹദീസുകളിലുണ്ടല്ലോ ആദ്യത്തെ 9 ദിവസം റസൂലുള്ളാഹിക്ക് നോമ്പായിരുന്നു. ഇനിയും കാണാം മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോള് ഹഫ്സ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 കാര്യങ്ങൾ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. 4 കാര്യങ്ങൾ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഒഴിവല്ല സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസം റസൂലുള്ളാഹിക്ക് നോമ്പുണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ടില്ല. പിന്നെ ആശുറയുടെ മുഹറം 10ന്റെ നോമ്പ് റസൂലുള്ളാഹി ഒഴിവാക്കിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വസലാസത്തു അയ്യാമിൻ മിൻ കുല്ലി ഷഹ്റിൻ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മാസത്തിലും 3 ദിവസം ആ കറുത്തവാവിന്റെയോ വെളുത്തവാവിന്റെയോ എന്ന് പറയപ്പെടാൻ പറ്റുന്ന ആ നോമ്പുകളായി സുന്നത്ത് നോമ്പുകൾ, ഒരു മാസം 3 നോമ്പ് റസൂലുള്ളാഹിക്ക് സുന്നത്ത്, 3ൽ കുറഞ്ഞിട്ടില്ല, അത് ഒഴിവാക്കിയിട്ടില്ല. പിന്നെ 4ാമത്തെ കാര്യം, തഹജ്ജുദ് നിസ്കാരം ഹബീബായ നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവല്ല. അപ്പൊ ജീവിതത്തിൽ ഇത്രയും പരിഗണന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ള ദിനരാത്രങ്ങളിൽ അശ്രദ്ധരായി കഴിയല്ലേ നമ്മൾ അതിലേക്കൊന്ന് ഒരുങ്ങണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അറ്റ്ലീസ്റ്റ് ദുആ എങ്കിലും കൂടുതൽ ചെയ്യാം. ദുആ കൂടുതൽ ചെയ്യാതെ നമുക്കും കൂടി ദുനിയാവിൽ ആഖിറത്തിൽ നേട്ടമുള്ള കാര്യമല്ലേ. ദുആ എങ്ങനെ കൂടുന്തോറും നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ സുദീർഘമാക്കുന്നില്ല. ദുൽഹിജ്ജ മാസത്തിൽ 10ഓളം ബറക്കത്തുകൾ അള്ളാഹു നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിൽ 10ഓളം ബറക്കത്തുകൾ ഉണ്ടാവാൻ, നമ്മുടെ ജീവിതത്തിലെ നിലവിലെ നിലവാരത്തിൽ 10 ഇരട്ടിയായി ബറക്കത്താക്കാൻ വേണ്ടി നമ്മൾ ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മഹാന്മാരായ സൂഫിയാക്കൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അൽ ഗുനിയത്തു ലി ത്വാലിബി ത്വരീഖുൽ ഹഖ് എന്ന് പറയുന്ന കിതാബിലും മറ്റ് ധാരാളം തസവുഫിന്റെ ഗ്രന്ഥങ്ങളിലും ഈ മാസത്തിന്റെ പവിത്രത പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്ന
വളരെ വിശ്രുതമായ ഒരു തത്വമാണ് ദുൽഹിജ്ജ മാസത്തിൽ 10ഓളം ബറക്കത്ത് അള്ളാഹു നമുക്ക് തരും എന്നുള്ളത്. അള്ളാഹു നമുക്ക് തരട്ടെ. ഈ മാസത്തെ, അതായത് പ്രത്യേകിച്ച് ഈ മാസത്തിലെ 10 ദിവസത്തെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ അമലുമായി രംഗത്ത് വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ അമലുകളുടെ വ്യത്യസ്തമായ ബറക്കത്തുകൾ ഈ മാസത്തിൽ പ്രത്യേകമായി അള്ളാഹു നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ദുൽഹിജ്ജ മാസത്തിൽ 10 ഇരട്ടി ബറക്കത്ത് സമ്പാദിക്കാൻ നേടാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കേട്ടോളൂ. ഒന്നാമത്തെ ബറക്കത്ത് അൽ ബറക്കത്തു ഫീ ഉമൂരിഹി, ആയുസ്സിൽ ബറക്കത്ത് കിട്ടുന്ന. ആയുസ്സിൽ ബറക്കത്ത് കിട്ടും. ആയുസ്സിൽ ബറക്കത്ത് കിട്ടാന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? നല്ല സന്തോഷദായകമായ ജീവിതം, ആനന്ദകരമായ അവസ്ഥകൾ, ആരോഗ്യമുള്ള ജീവിതം, ദീർഘായുസ്. ആയുസ്സിലെ ബർക്കത്താണത്. ഇതൊക്കെ നമുക്ക് കിട്ടും ദുൽഹിജ്ജ മാസത്തിന് കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുത്താൽ. കേട്ടോളൂ, ഹദീസ് ഉണ്ടല്ലോ. മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന വളരെ വിശ്രുതമായ ഹദീസ്. ആയുസ്സിൽ വർധനമുണ്ടാവാനുള്ള ഒരു അമല ആ ഹദീസിൽ പറയുന്നത്. ആ അമല് നമ്മൾ ദുൽഹിജ്ജ മാസത്തിൽ ചെയ്താൽ മതി. അപ്പൊ 10 ഇരട്ടി ബർക്കത്ത് അള്ളാഹു നൽകുന്നു. ആ ബറക്കത്തുകൾ മുഴുവനും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒന്നാമത്തെ ബറക്കത്ത് ആയുസ്സിലെ ബറക്കത്ത്. ആയുസ്സിലെ ബറക്കത്ത് മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസ്രിഹി ഫൽയസ്ല റഹിമ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ആയുസ്സിൽ വർധന ഒരാൾക്ക് ആഗ്രഹമുണ്ടോ? തന്റെ നിലവിലെ ജീവിതത്തിലെ സൗകര്യങ്ങളിലും അവന്റെ ജീവിത സന്ധാരണ മാർഗങ്ങളിലും അവന്റെ വരുമാനത്തിലും ഇനിയും ഇതിൽ കൂടുതൽ വിശാലത ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ അവന്റെ കുടുംബ ബന്ധങ്ങളെ അവൻ നിലനിർത്തി പോവട്ടെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ ബന്ധങ്ങളെ നിലനിർത്താ എന്നുള്ള ആ പുണ്യമായ അമല് ദുൽഹിജ്ജ മാസത്തെ ആദരിച്ചുകൊണ്ട് നമുക്ക് ഈ 10 ദിവസങ്ങളിൽ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തണം. കുടുംബ ബന്ധങ്ങളെ നിലനിർത്താ, കുടുംബ ബന്ധം ചേർക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ ചെയ്തിട്ടെങ്കിലും നമ്മുടെ കുടുംബക്കാരിൽ നമ്മൾ അടുത്തിടെ ബന്ധപ്പെടാത്ത, നമ്മൾ വിരുന്നിന് പോവാത്ത, നമ്മൾ സന്ദർശിക്കാത്ത ഏതെങ്കിലും കുടുംബക്കാരനുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ ചെയ്തിട്ട്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, സിലു അർഹാമക്കും വലൗ ബിസ്സലാം എന്ന്, ബുല്ലു അർഹാമക്കും വലൗ ബിസ്സലാം എന്നും ചില റിവായത്തിലുണ്ട്. നിങ്ങളുടെ കുടുംബക്കാരന് ഒരു അസ്സലാമു അലൈക്കും എന്ന പദം നിങ്ങൾ അങ്ങോട്ട് അർപ്പിച്ചുകൊണ്ട്, നിങ്ങൾ അറിയിച്ചുകൊണ്ട്, ആ ഒരു വഅലൈക്കും സലാം എന്ന പ്രതികരണം അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു സലാം പറഞ്ഞുകൊണ്ടെങ്കിലും കുടുംബ ബന്ധത്തെ നിലനിർത്തണേ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ 10 ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അമലാണ്, നമുക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. കുടുംബക്കാരനൊന്ന് ഫോൺ ചെയ്തോ, അടുത്തൊക്കെയാണെങ്കിൽ ഒന്ന് സന്ദർശിക്കാനൊക്കെ ഒരു സമയം കണ്ടെത്തിയോ. വലിയ അമലല്ലേ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്? വലിയ അമലാണ്. ആ അമലിന് കിട്ടുന്ന ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ നിലവിലെ ജീവിത സാഹചര്യങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ഏറ്റിക്കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ആയുസ്സിൽ അള്ളാഹു വർധനവ് നൽകും. അത് വലിയൊരു അമലായത് അള്ളാഹു അത് നമ്മെ ബോധ്യപ്പെടുത്തി തരാണ്. കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ് നമുക്ക് ഒന്നാമത്തെ ബർക്കത്ത് നേടാനുള്ള ഏറ്റവും വലിയ അമല്. ഒന്നാമത്തെ ബർക്കത്ത് എന്താ? നമ്മുടെ ആയുസ്സിലെ ബർക്കത്താണ്. ആയുസ്സിലെ ബർക്കത്ത് ഉണ്ടാവാൻ കുടുംബ ബന്ധം ചേർക്കാം. രണ്ടാമത്തെ ബർക്കത്ത് ഈ 10 ദിവസങ്ങളെ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ അല്ലെങ്കിൽ ഈ മാസത്തിലെ എല്ലാ ദിവസങ്ങളെയും നാം ആദരിക്ക വഴി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ബർക്കത്ത് വസിയാദത്തു ഫീ മാലിഹി, നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാവും. ചോദിച്ചു അള്ളാഹുവോട്, അള്ളാഹു തരും. നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാവും, പണം ഒഴുകിയെത്തും, ബർക്കത്തുണ്ടാവും. അതിന് വേണ്ട ഒരു അമലുണ്ട്. അത് നമ്മൾ ദുൽഹിജ്ജ മാസത്തിൽ മുടങ്ങാതെ ചെയ്താൽ മതി. ആയുസ്സിൽ ബർക്കത്തുണ്ടാവാനുള്ള അമലുണ്ട്, അത് ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യണം. നേരത്തെ പറഞ്ഞു കുടുംബബന്ധം ചേർക്കരുത്. ഇനി പറയുന്നു സമ്പത്ത് ഒഴുകിയെത്തും, ഒരു ബർക്കത്താണിത്, ദുൽഹിജ്ജ മാസത്തിലെ ബർക്കത്താ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട അമല് നിസ്കാരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى. മറ്റുള്ളവന് കിട്ടിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി കണ്ണ് നട്ട് നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവരെ പരീക്ഷിക്കാൻ അല്ലാഹു കൊടുത്തതാ.
എന്നാൽ നിന്റെ റബ്ബ് നിനക്ക് തരും. വരിസുഖു റബ്ബിക ഖൈറും വഅബ്ഖ, എന്നും എത്ര തലമുറ കഴിഞ്ഞാലും തീർന്നു പോവാത്ത വിധം എന്നും നിലനിൽക്കുന്ന ഖൈറായ റിസ്ഖ് അള്ളാഹു ദുനിയാവിൽ നിനക്ക് നൽകും. നിനക്ക് ദുനിയാവിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകും. വേറൊന്നും വേണ്ടതിന് വഅ്മുർ അഹ്ലക, നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ മതി. വസ്തബിർ അലൈഹ, ആ നിസ്കാരത്തിന്റെ കൃത്യനിഷ്ഠയെ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകുന്നതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും സഹിച്ചും ഉപദേശിച്ചും ഗുണദോഷിച്ചും ഒക്കെ നിങ്ങളെല്ലാവരും ഒരു വലിയ ബെൽറ്റായി നിന്ന് ഒരു വലിയ എന്താ പറയാ വലിയ സംഘബോധത്തോടുകൂടെ എല്ലാവരും ആ വിഷയത്തിൽ ഒത്തുചേർന്ന് ഒറ്റ അഭിപ്രായം, ചെറിയ കുട്ടിയും വലിയ പ്രായമുള്ള ആളും ഭാര്യയും ഭർത്താവും മകനും മകളും ആങ്ങളെയും പെങ്ങളും എല്ലാവരും കുടുംബത്തിലുള്ളവരാണ്ട് നിസ്കരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യ വഖത്തിനെ പരിഗണിച്ചും ജമാഅത്തിനെ പരിഗണിച്ചും നിസ്കാരത്തിന്റെ സുന്നത്തുകളെ പരിഗണിച്ചും നിസ്കാരത്തെ ഒരു ഹരമായി ആവേശമായി ജീവിതത്തിൽ കൊണ്ടു നടന്നോളൂ. നിന്റെ കണ്ണ് ചിമ്മാത്ത അത്രയും നിനക്ക് ആസ്വദിച്ച് കഴിയാനുള്ള സൗഭാഗ്യങ്ങൾ ഭൂമിയിൽ അല്ലാഹു ഒഴുക്കി തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. വരിസുഖു റബ്ബിക ഖൈറും വഅബ്ഖ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ദുൽഹിജ്ജ മാസത്തിലെ 10 ബർക്കത്തിൽ ഒന്നാമത്തെ ബർക്കത്ത് ആയുസ്സിലെ ബർക്കത്താണ്. അത് നമ്മൾ പറഞ്ഞു, കുടുംബ ബന്ധം ചേർക്കുക എന്ന അമല് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെയ്യണം. രണ്ടാമത്തെ ബർക്കത്ത് നമ്മുടെ സമ്പത്തിലെ ബർക്കത്താണ്, സമ്പത്തിലെ വർധനവ്. അതിന് നിസ്കാരം മസ്റ്റായിട്ടുണ്ടാവണം. മൂന്നാമത്തേത് നമ്മുടെ കുടുംബത്തിന് കാവലാണ്. മൂന്നാമത്തെ ബർക്കത്ത് കുടുംബത്തിന് കാവലാണ്. വൽ ഹിഫ്ദു ലിഇയാലിഹി, നമ്മുടെ കുടുംബത്തിന് കാവല് കിട്ടും. കുടുംബത്തിന് കാവല് കിട്ടാനുള്ളതായ ഒരു അമല് ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് ചെയ്യാം. അത് സ്വതക്കയാണ്. ഇനി കേട്ടോളൂ, ഞാൻ വിശദീകരിക്കുന്നില്ല. നാലാമത്തെ ബർക്കത്ത് വത്തക്ഫീറു ലിസയ്യിആതിഹി, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാപം പുറത്തു കിട്ടാൻ അതിന് നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം. എന്നാൽ ആ അമൽ മുഖേന ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് പാപം പൊറുക്കുക എന്ന കാര്യത്തിൽ ഒരു ബർക്കത്ത് നേടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തേത് വത്തദ്ഈഫു ലിഹസനാതിഹി, നമ്മുടെ നന്മകളെ ഇരട്ടിയാക്കാം, ഇരട്ടി പ്രതിഫലം നേടാം. നമ്മുടെ നന്മകളിൽ ഇരട്ടി പ്രതിഫലം നേടാം ഒരു ബർക്കത്താണത്. സാധാരണയേക്കാൾ കൂടുതൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു സന്ദർഭം. അപ്പൊ എന്ത് ചെയ്യണം? അതിനുവേണ്ടി എല്ലാ നന്മയും ചെയ്യണം, എല്ലാ അമലും ചെയ്യാൻ നോക്കണം. എന്ത് മിണ്ടിയാലും ആ മിണ്ടുന്നതൊക്കെ ഒരു അമലാവണം, എന്ത് ചെയ്താലും അതൊക്കെ ഒരു അമലാവണം, എന്ത് ചിന്തിച്ചാലും അതിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ കഴിയണം. നമ്മുടെ ശരീരവും മനസ്സും വാക്കും പ്രവൃത്തിയും അനക്കവും അടക്കവും എല്ലാം അള്ളാന്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മുടെ ഹസനാത്തിൽ ഇരട്ടി എന്ന ബറക്കത്തിലെത്താൻ കഴിയും. അഞ്ചാമത്തേത് അതാണ്. ആറാമത്തേതോ വത്തസ്ഹീലു ലിസകറാതിഹി, നമ്മുടെ മരണത്തിൽ എളുപ്പം കിട്ടുക എന്ന ബറക്കത്ത് ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് നേടാം. അതിനെന്ത് ചെയ്താൽ മതി? മരണത്തിൽ എളുപ്പം കിട്ടുക എന്ന് പറഞ്ഞാൽ നാളെ മരിക്കും എന്നല്ലട്ടെ ഇതിനർത്ഥം. മരണനേരം എപ്പോഴാണോ ആ നേരത്തെ ഇടങ്ങേറുകൾ ഒഴിവാക്കാൻ പറ്റും. സക്കറാത്ത് എളുപ്പമായി കിട്ടും. അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു ബർക്കത്ത് നമുക്ക് ഈ മാസത്തിൽ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട അമല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അങ്ങോട്ട് വർദ്ധിപ്പിച്ചാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ ചൊല്ലിയ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിൻ തുമ്പിൽ യാദൃച്ഛികമായി സ്വാഭാവികമായി ലളിതമായി വന്നു ചേരും. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അല്ലാഹുവേ ഒരു മെസ്സേജ് അയച്ചെന്ന് സുജൂദിൽ കിടന്ന് മരിച്ച നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ കുറിച്ച്. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. സുജൂദിൽ കിടന്ന് മരിച്ചിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം അല്ലാഹു ഓരോരുത്തർക്കും കൊടുക്കാന്ന് വെച്ചാല് പള്ളിയില് ജമാഅത്തായുള്ള നിസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് മരിച്ചു. അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു, അല്ലാഹു ആ മഹാനായ മനുഷ്യന്റെ ആഖിറം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആഖിറം രക്ഷപ്പെടുന്ന രീതിയിലുള്ള അവസാന സമയം, ആഖിറം രക്ഷപ്പെടുന്ന രീതിയിലുള്ള ആഖിബത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. ചിന്തിക്കണം, ചെറിയ കാര്യമാണോ മനുഷ്യന്മാരെ സുജൂദിൽ കിടന്ന് മരിക്കുക, ജമാഅത്തായി നിസ്കരിക്കുക. എന്തൊരു അവസ്ഥയാണിത്. ഖിബലയുടെ നേരെ മുഅ്മിനീങ്ങൾ സംഗമിക്കുന്ന സമയത്ത് ഒന്ന് ആഴ്ന്ന് ചിന്തിക്കണം. നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചിട്ട് എവിടെയായത് കൊണ്ടേ അവസാനിപ്പിക്കാം. അല്ലാഹുവേ നീ നന്നാക്കി തരണേ അല്ലാഹ്. പടച്ചറബ് ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതാ പറഞ്ഞത്. ആറാമത്തെ ബർക്കത്ത് ഈ മാസത്തിൽ നമുക്ക് നേടാൻ കഴിയും.
നമ്മുടെ അവസാനത്തിൽ എളുപ്പം കിട്ടും, നമ്മുടെ സക്കറാത്ത് എളുപ്പമാവും. നമ്മുടെ നാവിൻ തുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഏഴാമത്തെ ബറക്കത്ത് ജീവിതത്തിൽ ഒരുപാട് ഇരുട്ടുകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടവരാണ്. ആ ഇരുട്ടുകളെ തരണം ചെയ്യാനുള്ള ബറക്കത്ത് ഈ ദുൽഹിജ്ജ മാസത്തിൽ കൂടുതൽ കിട്ടാം, സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ. നമ്മുടെ മുന്നിൽ വരുന്ന ഇരുട്ടുകൾ അഭിമുഖീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. ആ ഇരുട്ടുകൾ അഭിമുഖീകരിക്കാനുള്ള ഒരു ബറക്കത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ ഇരുട്ടുകൾ ഖബറാണ്, ഒന്ന് ഖിയാമത്തിന്റെ ഇരുട്ടാണ്. സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ എല്ലാം കെട്ടുപോയി, ഖബറിന്റെ അകത്തെ വെളിച്ചം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ആകെ ഇരുട്ടാണ്. എല്ലാ ഇരുട്ടിലും നമുക്ക് വെളിച്ചം കിട്ടാൻ ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിവസങ്ങളിലെ ബറക്കത്ത് കൊണ്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യണം ഒരു അമൽ, അത് പരിശുദ്ധ ഖുർആന്റെ പാരായണമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പാരായണം നമുക്ക് നാളത്തേക്ക് വലിയ വെളിച്ചമാണ്. ഖബറിൽ ഇങ്ങനെ വെളിച്ചമായിട്ട് വരും. പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്തും പാരായണം ചെയ്താൽ ഖിയാമത്ത് നാളിൽ വെളിച്ചമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ മുൽക്കും സൂറത്തുൽ ഫജ്റും പാരായണം ചെയ്യാ. ദുൽഹിജ്ജ മാസത്തിന്റെ 10 ഇരട്ടി ബറക്കത്തിൽ പാരായണം ചെയ്യേണ്ട സൂറത്തുകളും ദിക്റുകളും ഒക്കെ ആയി പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, 8ാമത്തെ ബറക്കത്ത് ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് നേടാം. നമ്മുടെ മീസാൻ എന്ന തുലാസിലേക്ക് നിലവിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അമലുകൾ, ആ മീസാൻ എന്ന തുലാസിലെത്തുമ്പോൾ അത് ഇരട്ടി ബറക്കത്തായിട്ട് അതിന് തൂക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തിൽ അമല് കൊണ്ട് സാധ്യമാവും. അതിന് ആ ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിക്റുണ്ട്. ഏതാ ദിക്റെന്നറിയോ? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ഹബീബത്ത് സഖീലത്താനി അലൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഇതങ്ങ് ചൊല്ലിയാൽ നാവിന്റെ മുകളിൽ അത് വരാൽ എളുപ്പമാണ്. അത് മീസാൻ എന്ന തുലാസിൽ ഭാരമുള്ളതാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ട ദിക്റാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള ദിക്റാണ്. അതങ്ങോട്ട് ചൊല്ലിയാൽ മതി. ഈ ദിക്ർ ചൊല്ലിയാൽ മതി, നമ്മുടെ മീസാനിന്റെ അമല് ഇരിക്കുന്ന തട്ടിന്റെ ഭാരം കൂട്ടാം. അതിനുള്ള ബറക്കത്ത് ഈ ദിക്ർ ചൊല്ലുക വഴി നമുക്ക് ഈ ദുൽഹിജ്ജയുടെ ഈ ദിവസങ്ങളിലൊക്കെ ചൊല്ലാലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭാരം കൂട്ടാൻ കഴിയും. ഇനി കേട്ടോളൂ, 9ാമത്തെ ബറക്കത്ത് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിൽ നിന്ന് നമുക്ക് നേടാൻ കഴിയുന്ന 9ാമത്തെ ബറക്കത്ത് വന്നജാതു മിൻ ദറകാതിഹി. നമ്മൾ ചെന്ന് വീഴേണ്ട കിടങ്ങുകളും കുഴികളും നമുക്ക് ആ കുഴികളിലും കിടങ്ങളിലും വീഴാതെ നമുക്ക് രക്ഷപ്പെടാൻ സുരക്ഷയുടെ മാർഗം ഒരുക്കാൻ ഈ മാസത്തിലൂടെ സാധ്യമാ. ഈ മാസത്തിന്റെ ഒരു ബർക്കത്താണത്. അതെങ്ങനെ സാധിക്കും? നമ്മൾ ചെന്ന് വീഴേണ്ട കിടങ്ങും കുഴിയൊക്കെ തടഞ്ഞിടാൻ വേണ്ടി ഈ മാസത്തിൽ സാധിക്കുന്ന ഒരു വലിയ അമലുണ്ടല്ലോ, ഉളുഹിയ്യത്ത് കർമ്മം. അത് ദുനിയാവിന്റെ ആപത്തുകളിൽ നിന്ന് നമുക്ക് കാവലാണ്. അതുപോലെ തന്നെ നമുക്ക് ആഖിറത്തിന്റെ ആപത്തുകളിലും കാവലാണ്. ഖുർആനല്ലേ അത് പറഞ്ഞിട്ടുള്ളത്? ദുനിയാവിന്റെ ആപത്തുകൾക്കും കാവലാണ്, ആഖിറത്തിന്റെ ആപത്തുകൾക്കും കാവല. ആ കിടങ്ങുകളിലും കുഴിയിലൊന്നും നമ്മൾ പെടൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹുത് തഖ്വാ മിൻകും. ഉളുഹിയ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്താണിത്. നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞത് നമ്മുടെ ഹൃദയ വിശുദ്ധിയ ഉളുഹിയ കർമ്മം കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തിപ്പെടുക. ഇങ്ങനെ ഉളുഹിയ കർമ്മം കൊണ്ട് ആത്മീയമായ ഒരു നേട്ടം കൈവരിച്ച മനുഷ്യന് പിന്നീട് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. സൂറത്തുൽ ഹജ്ജ്.
ഇന്നല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു. ഉദുഹിയ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ ഉടനെ പറയാ, അല്ലാഹു എല്ലാ ഇടങ്ങേറ് ആപത്തുകളെ തൊട്ട് മുഅ്മിനീങ്ങളെ തടയും. കാരണം എന്താ? ഉദുഹിയ്യ ചെയ്തിട്ടുണ്ട്. ഉദുഹിയ്യ കാവല ഏറ്റവും വലിയ സ്വതക്കയാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, 10ാമത്തെ ബറക്കത്ത് നമ്മുടെ ആഖിറത്തിലെ പദവി ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ സാധ്യമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ 10ഓളം ബറക്കത്തുകൾ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലും ഈ ദുൽഹിജ്ജ മാസത്തിലാകെയും നമുക്ക് സമ്പാദിക്കാൻ കഴിയും. അതിന് വേണ്ടുന്ന ചെറിയ ചെറിയ അമല്, സാധാരണ ജീവിതത്തിലുള്ള അമല, അതൊന്ന് കൊണ്ടുവന്ന് ദുൽഹിജ്ജ മാസത്തെ ഒന്ന് അലങ്കരിച്ചാൽ മതി. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നൊന്ന് അലങ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ദുൽഹിജ്ജ കൊണ്ട് വലിയ നേട്ടമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കൂ റഹ്മാനേ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റഹ്മാനെ നീ ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും അവർക്കും ഞങ്ങൾക്കും നീ എല്ലാ നിലക്കുമുള്ള സന്തോഷങ്ങൾ തരണേ അല്ലാ. റബ്ബേ, ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ. പ്രത്യേകിച്ച് റബ്ബേ, ഞങ്ങളുടെ പരിപാടി സ്ഥിരമായി കാണുന്ന പലരും വാട്സാപ്പിലും യൂട്യൂബ് കമന്റിലും അല്ലാതെയും ഒക്കെയായി, അതുപോലെ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞവർ, കത്തയച്ചവർ, അതുപോലെ നേരിട്ട് കണ്ട് പറഞ്ഞവർ, മറ്റുള്ളവരുടെ അടുക്കൽ പറഞ്ഞയച്ചവർ, ദുആ വസിയത്തുകൾ ഒരുപാടുണ്ട് അല്ലാ. അതിൽ രോഗികൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ലാ. ശിഫ നൽകണേ തമ്പുരാനെ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേയുള്ളവന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ കിഡ്നി സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു. ICUവിലാണ്. അല്ലാഹുവേ റബ്ബേ, ഭീമമായ ഒരു സംഖ്യ അതിന് ചെലവായി വരുന്നു. അല്ലാഹുവേ, കൊച്ചുമക്കളാണ് റഹ്മാനേ. ദീനിയായ കാര്യങ്ങൾക്ക് ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അല്ലാ. 2 വട്ടം അദ്ദേഹത്തെ നീ വല്ലാതെ പരീക്ഷിച്ചു, അതിൽ രക്ഷപ്പെട്ടു അല്ലാ. ഇത്തവണയും അദ്ദേഹത്തിന് രക്ഷപ്പെടണമല്ലാ. നീ കരകേറ്റണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ആ ഉസ്താദിനെ നീ കരകേറ്റണേ അല്ലാ. അല്ലാഹുവേ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ചികിത്സയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ആയുസ് കൊടുക്കുക അല്ലാ. ആരോഗ്യം നൽകുക അല്ലാ. ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, തൃശ്ശൂർ ജില്ലയിലെ പടിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സഹോദരി ക്യാൻസർ ആണ് അല്ലാ. പ്രത്യേകം ദുആ ഇറക്കാൻ പറഞ്ഞു. ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ആലപ്പുഴ ജില്ലയിലെ ഒരു സഹോദരി ക്യാൻസറാ, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. ശിഫ നൽകണേ അല്ലാ. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഉമ്മ ക്യാൻസറാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. നീ ശിഫ നൽകണേ അല്ലാ. റബ്ബേ, ആ രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തും ആരോഗ്യവും ഞങ്ങളുടെ മനക്കരുത്തും തോറ്റുപോകുന്ന ഒരു രോഗവും ഒരു വിഷമവും തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ. മക്കളുടെ പഠനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളുടെ കടബാധ്യതയെ കുറിച്ച് സങ്കടം പറഞ്ഞ ഉമ്മമാർ ഒരുപാട് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മക്കളെല്ലാവരുടെയും കടങ്ങളൊക്കെ നീ വീട്ടണേ അല്ലാ. കടങ്ങളും കടബാധ്യതകളും റബ്ബേ നിന്റെ ഖദർ ഖലാ കൊണ്ട് ഞങ്ങൾക്ക് എത്തിയതാണ് അല്ലാ. കടങ്ങൾ നീ തന്നതാ അല്ലാ, നീ വീട്ടിത്തരണേ തമ്പുരാനെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ എല്ലാ
അനുഗ്രഹങ്ങളിലും ആനുകൂല്യങ്ങളിലും ബറക്കത്തുകളിലും ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകുക അല്ലാ. ഒരുപാട് ദുൽഹിജ്ജ മാസത്തെ ഏറ്റെടുക്കാൻ നീ തൗഫീഖ് നൽകുക അല്ലാ. അറഫാ ദിവസത്തിന്റെ അമലുകൾ നീ കബൂലാക്കണം അല്ലാ. ഞങ്ങളുടെ ഹാജിമാരെ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് ബറക്കത്ത് കൊടുക്കുക അല്ലാ. ആരോഗ്യത്തിലും അവരുടെ അമലുകളിലും നീ എല്ലാ നിലക്കുമുള്ള പുരോഗതി നൽകുക അല്ലാ. ചുമയും പനിയും പ്രയാസമുള്ള ഒരുപാട് ഹാജിമാർക്ക് വേണ്ടി ദുആറക്കാൻ പറഞ്ഞു, ശിഫ നൽകുക അല്ലാ. അല്ലാഹുവേ, വൈകാത്ത ഭാവിയിൽ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമല്ല. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. വാഹനങ്ങളിൽ ബറക്കത്ത് നൽകുകയല്ല. അല്ലാഹുവേ, പരീക്ഷ കഴിഞ്ഞ മക്കൾ പുതിയ ജോലിയും മറ്റു പഠനങ്ങളും സംവിധാനങ്ങളുമായി അവർ തേടി നടക്കുന്ന മേഖലകളുണ്ട്. എളുപ്പം നൽകുകയല്ലാ. അല്ലാഹുവേ റബ്ബേ, ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകുകയല്ല. മക്കളില്ലാത്തവർക്ക് ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത മക്കളെ നൽകുകയല്ല. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിച്ചു കൊടുക്കുക റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്ത ഒരുപാട് പേര് ദുആറക്കാൻ പറഞ്ഞു. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർ ദുആറക്കാൻ പറഞ്ഞു. എളുപ്പമാക്കുക അല്ലാ. ഞങ്ങൾ പലരും ഉളുഹിയ കർമ്മവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയവരാ. അല്ലാഹുവേ, അതിന്റെ അമല് എല്ലാ നിലക്കും നീ ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തരണമല്ല. ബറക്കത്താക്കണേ അല്ലാ. മഴയും മറ്റു പ്രയാസങ്ങളും ഉളുഹിയ കർമ്മത്തിന്റെ തയ്യാറെടുപ്പിൽ ഞങ്ങൾക്ക് തടസ്സമാവാത്ത വിധം നീ അതെല്ലാം നിയന്ത്രിക്കണം റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ രാജ്യത്തെ മതസൗഹാർദ്ദവും മാനവ സ്നേഹവും എല്ലാം നീ നിലനിർത്തണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.